ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ 2 നരസിംഹ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രസിദ്ധങ്ങളായ അനവധി നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നരസിംഹസ്വാമിയുടെ പല ഭാവങ്ങളായ ഉഗ്ര നരസിംഹമൂർത്തി, ലക്ഷ്മി നരസിംഹമൂർത്തി, യോഗ നരസിംഹമൂർത്തി, ബാല നരസിംഹമൂർത്തി തുടങ്ങിയ പല ഭാവങ്ങളിലുള്ള നരസിംഹമൂർത്തികളെ നമുക്ക് ഈ ക്ഷേത്രങ്ങളിലെല്ലാം കൂടി സന്ദർശനം നടത്തുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും. എങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടുള്ള നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ ഉള്ള 2 ക്ഷേത്രങ്ങളുടെ വിവരങ്ങളാണ് ഇവിടെ താഴെ പറയുന്നത്. ഇതിനു മുൻപായി ഞാൻ തിരുവനന്തപുരത്തെ പല പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുടെയും വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യണം. എങ്കിലും ഞാൻ ഇതുവരെ ഈ ചാനലിൽ ഇട്ടിട്ടുള്ള ചില ക്ഷേത്രങ്ങളുടെ പേര് ഇവിടെ പറയുന്നു. അതിന് ആദ്യത്തെ ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം, 2ാമത്തെ പഴങ്ങാടി ഗണപതി ക്ഷേത്രം, 3ാമത്തത് പാണ്ഡവർ സ്ഥാപിച്ച പാറകോവിൽ ക്ഷേത്രം, 4ാമത്തെ തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള പേരൂടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, 5ാമത്തത് കവടിയാർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, 6ാമത്തത് ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം, 8ാമത്തത് OTC ഹനുമാൻ ക്ഷേത്രം, 7ാമത്തെ OTC ഹനുമാൻ ക്ഷേത്രം, 8ാമത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ തുടങ്ങി ഇതുവരെ 12-13 ക്ഷേത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാവരും വിശദമായി ഇരുന്ന് കാണണം. ഈ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇതുവരെ കിട്ടിയതായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പോലെ തന്നെ അത്രയും വിശേഷപ്പെട്ട രീതിയിൽ തന്നെയാണ് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രവും പേരൂർക്കട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കവടിയാർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ വീഡിയോ അതേപോലെ തന്നെ കണക്കാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒട്ടും കുറവ് വരുത്തിയിട്ടല്ല ഇട്ടിരിക്കുന്നത്. അതെല്ലാവരും കാണണം. അങ്ങനെ അപ്പോൾ ആദ്യമായി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇടതുഭാഗത്തായി പ്രതിഷ്ഠയുള്ള നരസിംഹസ്വാമിയും പറ്റിയാണ്. സാധാരണയായി നരസിംഹ സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു ഭഗവാനെയാണ് പ്രതിഷ്ഠിക്കുക. എന്നാൽ ഇവിടെ ഉള്ള വിഗ്രഹവും സങ്കല്പവും എല്ലാം നരസിംഹസ്വാമിയുടേതാണ്. പാനകം, നെയ്വിളക്ക് മുതലായവയാണ് ഈ നടയിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. 2ാമതായി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം. ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തുറവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവന്മാർ നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയുമാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നരസിംഹസ്വാമി ക്ഷേത്രമാണിത്. ഇവിടെ സുദർശനമൂർത്തിയുടെ ഇടതുഭാഗത്തായാണ് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ളത്. ഇവിടുത്തെ നരസിംഹമൂർത്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഹിരണ്യകശിപു വധത്തിന് ശേഷം പ്രഹ്ലാദസ്തുതി കേട്ട് സന്തോഷിച്ച നരസിംഹമൂർത്തിയുടെ രൂപമാണ് ഇവിടെ ഉള്ളത്. ഈ ക്ഷേത്രത്തിൽ നരസിംഹസ്വാമിക്കും സുദർശനമൂർത്തിക്കും തുല്യ പ്രാധാന്യമുള്ളതുകൊണ്ട് ഉത്സവം, നിത്യപൂജ എന്നീ വേളകളിൽ ഒരേ അളവിൽ ഉള്ള സാധന സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസം 1-ാം തീയതിയും എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും സുദർശന ഹോമം നടത്തുന്നു. ഭക്തജനങ്ങളുടെ വകയായാണ് ഈ സുദർശന ഹോമം നടത്തുന്നത്. ആഭിചാരദോഷം, പ്രേതദോഷം, ബാധാദോഷം എന്നിവയിൽ നിന്ന് ക്ഷേത്ര രക്ഷ നേടുന്നതിന് ഈ വഴിപാട് ഏറ്റവും ഉത്തമമാണ്. നരസിംഹസ്വാമി ക്ഷേത്രനടയിൽ പൊതുവായി നടത്തുന്ന വഴിപാടുകളും അവയുടെ ഫലങ്ങളും താഴെ പറയുന്നു. ആദ്യത്തേത് പാനകം.
അത് ശത്രുദോഷ നിവാരണം, രോഗനിവാരണം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നിർത്തുന്നത്. രണ്ടാമത്തെ വഴിപാട് നെയ്വിളക്ക്, അത് ഗ്രഹദോഷ ശാന്തി, ദുരിതമോചനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തത് ശർക്കര പായസം, അത് മനഃശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നാലാമത്തത് പാൽപ്പായസം, അത് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഞ്ചാമത്തത് ത്രിമധുരം, അത് വാക് സാമർഥ്യം കിട്ടുവാൻ വേണ്ടിയുള്ളതാണ്. ആറാമത്തത് തുളസിമാല, അത് പാപമോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഏഴാമത്തത് രക്തപുഷ്പാർച്ചന, അത് ദൃഷ്ടിദോഷ നിവാരണത്തിന് വേണ്ടിയുള്ളതാണ്. എട്ടാമത്തത് ചെറുപയർ നിവേദ്യം, അത് വിഘ്ന നിവാരണത്തിന് വേണ്ടിയുള്ള വഴിപാടാണ്. ഇതോടെ ഈ പ്രസിദ്ധങ്ങളായ 2 നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള കാര്യങ്ങൾ സമാപിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും കാണണം, പുറകോട്ടുള്ള വീഡിയോകൾ എല്ലാവരും കാണണമെന്ന് താല്പര്യപ്പെടുന്നു. ശരി, ഇനി ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളുടെ വീഡിയോകളിടും, അതുപോലെ മഹാന്മാരുടെ വീഡിയോകളും ഇടും. അത് എല്ലാവരും എല്ലാ വീഡിയോകളും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ലൈക്ക്, ഷെയർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ശരി, അപ്പോൾ അടുത്ത ദിവസം പിന്നെയും കാണാം.